learning. It's me, Sri Bhama SB. ഹായുടെ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ മക്കളെ, നിങ്ങളുടെ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്തു, പുതിയ ഫ്രണ്ട്സിനെ കിട്ടിക്കാണും, ചിലപ്പോൾ പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും. സോ പുതിയ ഒരുപാട് എക്സ്പീരിയൻസിനും കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇത് വരാൻ പോവാണ് അല്ലേ? സോ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്താണ് ഈ ഒരു ഇയറിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ഒരുപാട് കാര്യങ്ങളും കോണ്ടന്റ് വൈസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കോൾ ആൻഡ് പെട്രോളിയം എന്ന ചാപ്റ്റർ അല്ലെ? ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കും അല്ല, നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് മിസ് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം നമ്മൾ ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ബാക്കിലൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, കാറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലർക്ക് റൈഡ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് യാത്ര പോകാൻ ജേർണി ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. സോ നമ്മള് കാറിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്നറിയോ, ഫ്യൂവലിന്റെ കേസിലാണല്ലേ. ചില സമയത്ത് നമ്മുടെ പെട്രോൾ തീർന്നു പോകും, ഡീസൽ ആയിക്കോട്ടെ, ഡീസൽ ആണെങ്കിൽ ഡീസൽ തീർന്നു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ വേഗം പോയിട്ട് പെട്രോൾ പമ്പ് പോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വേഗം പെട്രോളോ ഡീസലോ അടിച്ച് സെറ്റ് ആക്കും അല്ലെ? അപ്പൊ ഈ കാർ ഓടണമെന്നുണ്ടെങ്കിൽ, ഏത് വെഹിക്കിൾ ഓടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫ്യൂവൽ വേണം. ഫ്യൂവൽ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് യൂസുകൾ ഉണ്ട് ഫ്യൂവൽസിന്റെ കേസിൽ അല്ലെ? അതേപോലെ ഫാക്ടറികളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ എന്താണ്, അവിടെയൊക്കെ ഫ്യൂവൽസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പേർപ്പസ് വൈസ് നോക്കുകയാണെങ്കിലും ഫ്യൂവൽസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേടാ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്യൂവൽസിന്റെ കേസിൽ വരുന്നത്, നമ്മൾ ഈ പെട്രോൾ ഡീസൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെ? എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹൗ ആർ ഫോസിൽ ഫ്യൂവൽസ് ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആൻസർ ആണ് കൊടുക്കുക? ഫോസിൽ ഫ്യൂവൽസ് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സാധനമാണോ? അല്ല, ഒരുപാട് മില്യൺ ഓഫ് ഇയേഴ്സ് അല്ലെ, മില്യൺ ഓഫ് ഇയേഴ്സ് നിന്നിട്ടാണ് ഈ കാണുന്ന പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രൈസ് ഒക്കെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് വരുന്നതിന്റെ റീസൺ എന്താ? അത് വളരെ ലിമിറ്റഡ് സോഴ്സിൽ മാത്രം കിട്ടുന്ന ഒരു എനർജി സോഴ്സസ് ആണ്. അത് കഴിഞ്ഞു പോയി, പിന്നീട് നമുക്ക് വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റില്ല. റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു സോഴ്സസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിനെ പറയാൻ പറ്റില്ല. സോ എന്താണ് ഫോസിൽ ഫ്യൂവൽസ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മോസ്റ്റ് ഓഫ് ദ എനർജി വി യൂസ് കംസ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് അല്ലെ? നമ്മുടെ മോസ്റ്റ്ലി നമ്മൾ പറഞ്ഞു, നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലൈക്ക് നമ്മളൊരു ചെറിയൊരു വുഡ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കത്താതിരിക്കുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് കെറോസിൻ കൊണ്ട് ഒഴിക്കും, മണ്ണെണ്ണ ഒഴിക്കും അല്ലേ? അതൊക്കെ എന്താ, ഫോസിൽ ഫ്യൂവൽസിന്റെ ഭാഗമാണ്. സോ അതുകൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഫോസിൽ ഫ്യൂവൽ അല്ലെ? അപ്പൊ ദ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ പറഞ്ഞു, റിന്യൂവബിൾ അല്ല, നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ വിൻഡ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വീണ്ടും നമുക്ക് കിട്ടും. ലിമിറ്റഡ് അല്ല, അത് എത്ര വേണം, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എനർജി സോഴ്സസാ. പക്ഷെ അതുപോലെയല്ല ഒരു ഫോസിൽ ഫ്യൂവലിന്റെ കേസിൽ വരുന്നല്ലേ. അപ്പൊ എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഫോം ഫ്രം റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആനിമൽസ് ദാറ്റ് ലീവ്ഡ് ലോങ്, ഒരുപാട് കാലമായിട്ടുണ്ടാവുന്ന, അപ്പൊ നമ്മൾ എന്താ പറയാ, ജീവികള്, ആനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ്. ഡെഡ് റിമെയിൻസ് എന്നും ഒക്കെ ഒരുപാട് ടൈം എടുത്ത ലോങ് പ്രോസസ്സിൽ ഉണ്ടാകുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ്. എക്സാമ്പിളുകൾ ഏതെല്ലാമാണ് നമുക്ക് കണ്ണുപൂട്ടി പറയാം? പെട്രോള്, കോള്, ഡീസല്, അതേപോലെ നാച്ചുറൽ ഗ്യാസും ഒക്കെ എന്തിനാ എക്സാമ്പിൾ ആണ്? ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കൂ, ഡെഡ് റിമെയിൻസ് ഓഫ് ഓർഗാനിസംസിൽ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ ഡെഡ് റിമെയിൻസ് എന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകുന്ന എന്നുള്ള പോയിന്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസിന്റെ എക്സാമ്പിളുകൾ എന്നും പഠിച്ചു വെക്കുക. കോള്, പെട്രോളിയം, ഡീസൽ, LPG, CNG, കെറോസിൻ ഒക്കെ എന്തിനാ എക്സാമ്പിൾ ആണ് മക്കളെ? എല്ലാതും എക്സാമ്പിൾ ആണ്, ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇതാ നോക്കിക്കോളൂ, പ്രോസസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ഫോർമേഷന്റെ കേസ് ഇവിടെ മിക്സ് പിക്ചേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് അല്ലെ? ഡികമ്പോസിഷൻ നടന്നു, ഓർഗാനിക് ഡികമ്പോസിഷൻ നടന്നു, ആനിമൽ വേസ്റ്റും ഡെഡ് ആൻഡ് ആനിമൽ പ്ലാന്റ്സ് ഒക്കെ നിന്ന് അതിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഫോം ചെയ്യുന്നത്. സോ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു, കമ്പഷന് വേണ്ടിയിട്ടും
അങ്ങനെ കമ്പസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പല പല യൂസിന് അല്ലേ, വെഹിക്കിൾസിന്റെ കേസിലും ഫാക്ടറികളുടെ കേസിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഹൗസുകളിൽ നോക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് അല്ലേ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽ എന്താണെന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കണം, ബട്ട് സ്റ്റിൽ എന്താണ് ഈ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളോട് ഇത്രയാണ് ഈ ഒരു കോണ്ടന്റ് വൈസ് ഇത്രയാണ് പറയാനുള്ളത്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നമ്മുടെ ക്ലാസ് 8ന്റെ കാര്യം അല്ലെ, യോധ ബാച്ചിന്റെ കാര്യം എല്ലാ മക്കൾക്കും അറിയുന്നതായിരിക്കും. അപ്പൊ അറിയാത്തവരും ഉണ്ടാവും, സ്റ്റിൽ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ CBSE 8th CBSE മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് യോധ ബാച്ച്. അപ്പൊ നമുക്ക് ഈ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ക്ലാസ് കേൾക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. ചിലരുടെ കമന്റ്സ് ഒന്നും കാണാൻ പറ്റിയില്ല, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നുമല്ല. സോ അതെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് യോധ ബാച്ച് ഉണ്ട്. വെറും 2499 രൂപയ്ക്കാണ് നമ്മുടെ യോധ ബാച്ച് ഉള്ളത്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് മക്കളെ. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഡൗട്ട് ക്ലിയറൻസും അതുപോലെ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാ അല്ലേ. ഒരു യൂണിറ്റ് കഴിഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിങ്ങൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ നമ്പർ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയുള്ള വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുവരെയും ബൈ, സീ യു.